ജില്ലാ വ്യവസായ കേന്ദ്രം എന്നെ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ല സംരംഭയ്ക്ക്. അങ്ങനെ അത്രയ്ക്കും വലിയൊരു ആ കടകളിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കൊള്ളി വറുത്തതും കൊക്കുവാടിയും അലുവയൊക്കെ നമ്മളിങ്ങനെ വിൽപ്പനയാണ് മെയിനായിട്ട്. കടകളിൽ കൊണ്ടുപോയി വിൽപ്പനയായിരുന്നു. അപ്പോൾ നമ്മളൊരു കടയിടാൻ തീരുമാനിച്ചു. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-55 സ്റ്റാഫുകൾ, അങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള പിന്നെ കടകൾ, അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തുടർച്ചയായിട്ടുള്ള ഞങ്ങളുടെ വീടിനോടും സൂപ്പർ മാർക്കറ്റും എനിക്കൊരു കാറും ഒരു 73 പവൻ സ്വർണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കളവുകൾ അടുപ്പിച്ച് നടക്കുകയാണ്. ഒരു സിനിമ സ്റ്റൈല് പോലെയാണ്. അങ്ങനെ ഈ കളവുകളൊക്കെ എൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കാലം ഹോസ്പിറ്റലൈസ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആ സ്ഥലങ്ങളെല്ലാം പണയപ്പെടുത്തിയിട്ടാണ് അതുവരെ നല്ല സ്റ്റൈലിൽ 2 വീടും കാറൊക്കെ അതൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ കുറേ ഇഷ്യൂസ്. അപ്പോൾ വീട് ജപ്തിയാകുന്നു, സൂപ്പർ മാർക്കറ്റ് അടച്ചു പൂട്ടുന്നു, നമ്മൾക്ക് റെഗുലറായിട്ട് സപ്ലൈ ഇല്ലാണ്ടാകുമ്പോൾ കടകൾ നമുക്ക് ഓർഡറുകൾ കിട്ടാതാകുന്നു. അങ്ങനെ ശരിക്കും ആ സ്റ്റേജിൽ നിന്ന് നേരെ 0 ലെവലിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആദ്യം പുതിയ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്നതിൽ നിന്നാണ് ഇന്നത്തെ ഇളവരശി ജനിക്കണേ. അതെല്ലാം ജപ്തി ചെയ്ത് പോയതെല്ലാം ഓരോന്നോരോന്നായി തിരിച്ചെടുക്കണു. അതുപോലെ തന്നെ നമ്മൾ കടകൾ എന്താ പറയുക, കച്ചവടത്തിനും കൂടി വലുതാക്കണു. വലിയ സ്റ്റൈലിൽ കച്ചവടങ്ങളായി വരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ കടബാധ്യതകളെല്ലാം കുറേശ്ശെ കുറഞ്ഞു വരുന്നു. അങ്ങനെയാണ് ഓരോ കടകളുടെ എണ്ണം കൂടി ഇപ്പം 6 ഷോപ്പുകളായി മാറാൻ ഉള്ള കാരണം.